അപ്പോൾ അവിടെ തന്നെ ഉള്ളപ്പോൾ ആലപ്പുഴ ജില്ലയിൽ എടത്വ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് ജോർജ് പള്ളി അങ്കണത്തിലാണ് നാം ഇപ്പോൾ
ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദീപം FIS ചാനലിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ എടത്വ എന്ന പ്രദേശത്തെ സെൻറ്റ് ജോർജ് ചർച്ചാണ്. ഈ ചർച്ചും കോട്ടയത്ത് പുതുപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന പുതുപ്പള്ളി പള്ളിയും രണ്ടും ഒരേ പുണ്യാളം തന്നെയാണ്. രണ്ട് പള്ളിയുടെയും പെരുന്നാളുകൾ ഏകദേശം 99% ഒരേ കാലഘട്ടത്തിലൂടെ തന്നെയാണ് നടത്താറുള്ളത്. എന്നാൽ എടത്വ പള്ളിയിൽ ധാരാളം മറ്റുള്ള സംസ്ഥാനത്തു നിന്നുള്ള ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട്. കൂടുതലും തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലകളിൽ നിന്നുള്ള ഭക്തരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഈ കാണുന്നതൊക്കെ എത്തിച്ചേർന്ന ഭക്തർ ശ്രമിക്കുകയാണ്. എടത്വ പള്ളി പെരുന്നാൾ ഈ മെയ് മാസം 6, 7 എന്നീ തീയതികളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാൾ നടക്കുക. അപ്പോൾ ഇന്ന് തീയതി 5 ആയിട്ടുള്ളൂ. 6, 7 എന്ന് പറയുന്ന നാളെയാണ്. നാളെയും മറ്റന്നാളുമായിട്ട് നാളെയും മറ്റന്നാളുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ജനമാണ്. പ്രത്യേകിച്ചും തിരുവല്ല മുതൽ ഇങ്ങോട്ട് ഭയങ്കര ഒഴുക്കായിരിക്കും. നാളെയും മറ്റന്നാൾ 2 ദിവസം ലോങ് സർവീസ് ചെയ്യുന്ന ട്രെയിനുകൾക്കൊക്കെ തിരുവല്ല പ്രത്യേക സ്റ്റോപ്പ് അനുവദിക്കുന്നതായിരിക്കും. അത് കാരണം എടത്വ പള്ളി പെരുന്നാളാണ്. ഈ വരുന്നതെല്ലാം ഭക്തരാണ്. അവരുടെ നേർച്ച വഴിപാടായ ഇഷ്ടിക ചുമക്കൽ. എടത്വ പുണ്യാളന് നേർച്ച സമർപ്പിക്കുകയാണ്. തന്നെയുമല്ല, ഇപ്പോൾ സമയം ഏതാണ്ട് 3 മണിയാകാറായി. ഉച്ച കഴിഞ്ഞ് 3 മണിയാകാറായി. വൈകുന്നേര സമയങ്ങളിൽ ഇന്ന് വൈകുന്നേരം മുതൽ ഭയങ്കര ജനമായിരിക്കും ഇങ്ങോട്ട് ഒഴുകിയെത്തുക. ചൂടും വെയിലിൻ്റെ ചൂടും ഒട്ടും മോശം തന്നെയല്ല. ഇതാ ഒരു ചുടുകട്ടയുമായി ഭക്ത കടന്നു വരികയാണ്. പള്ളി അങ്കണത്തിലെ വഴിപാടുകളാണ്. ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എടത്വ പള്ളിയുടെ പള്ളിയുടെ പരിസര പ്രദേശങ്ങളുമാണ്. പള്ളിയോട് ചേർന്നിരിക്കുന്ന പ്രദേശങ്ങൾ, പള്ളി അങ്കണം. ഇവിടുത്തെ സ്റ്റാഫ് ചുടുകട്ട നേർച്ച, ചുടുകട്ട ചുമക്കല്, അതൊക്കെ ഈ പള്ളിയുടെ സ്റ്റാളാണ്. അവരോട് ചോദിച്ചാൽ കറക്റ്റ് അറിയാം. ഈ വർഷം വന്ന് വഴിപാട് നേരും, എന്നിട്ട് അടുത്ത വർഷം വന്ന് അത് നിറവേറ്റും. അതതിൻ്റെ ഒരു ഭക്തർ ചോദിക്കുന്നു, ഈ ചുടുകട്ട എടുത്തുകൊണ്ട് എങ്ങോട്ട് പോവുകയാണ് ഭക്തജനങ്ങൾ എന്ന് ഒരു സ്ത്രീ എന്നോട് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, അവരുടെ വഴിപാട് കഴിഞ്ഞ വർഷം നേർന്നിട്ട് പോകുന്ന വഴിപാട് അവർക്ക് കാര്യം സാധിച്ചിട്ട് കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ നന്ദി സൂചകമായിട്ട് ഇക്കുറി വരുമ്പോൾ ദർശനത്തിന് വരുമ്പോഴത്തേക്ക് ചുടുകട്ട വലിയ കുരിശിൻ്റെ കീഴിലാണ് ചുടുകട്ട കിടക്കുന്നത്. ഈ ചുടുകട്ട ഓരോരുത്തർ 1 കട്ട എടുക്കും, ചിലർ 2 കട്ട എടുക്കും, ചിലർ 3 കട്ട എടുക്കും. അവരവരുടെ വഴിപാടിൻ്റെ ശക്തി അനുസരിച്ചായിരിക്കും ചുടുകട്ട പള്ളിക്ക് ചുറ്റും ചുമന്ന് വരിക.
പിന്നെ ഇവിടെ ഈ മെഴുകുതിരി കത്തിക്കലുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിന് വെളിയിൽ നിന്നും വരുന്ന ഭക്തജനങ്ങൾ എടത്തുവ പള്ളിയുടെ മുൻവശത്തുള്ള ഈ ചെറിയ നദി, ആറിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, എന്താറാന്നൊന്നും എനിക്കൊന്നും അറിയില്ല. ഇവിടെ ഈ ചെറിയ നദിയിൽ മുങ്ങിക്കുളിച്ച ശേഷമാണ് അവർ പള്ളി അങ്കണത്തിൽ വന്ന് പ്രാർത്ഥന വഴിപാട് കാര്യങ്ങൾ നടത്തുക. ഇത് ഭൂരിഭാഗം കേരളത്തിന് വെളിയിൽ നിന്ന് വരുന്ന സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഭക്തജനങ്ങളാണ്. നമ്മുടെ ഇവിടങ്ങളിൽ വരുന്നവർ പിന്നെ അതിനൊന്നും മുതലുമില്ല. അവർ വരിക, അവരവരുടെ വിശ്വാസവും വഴിപാടൊക്കെ നടത്തുക, അടുത്ത വണ്ടിക്ക് മടങ്ങുക. അതാണ് നമ്മുടെ കേരളത്തിൻ്റെ അകത്തുനിന്ന് വരുന്ന ഭക്തജനങ്ങളുടെ പ്രത്യേകത. എന്തായാലും ആലപ്പുഴ ജില്ലയിൽ എടത്തുവ സെൻറ്റ് ജോർജ് ദേവാലയത്തിൻ്റെ മുന്നിൽ നിന്നുള്ള നമ്മുടെ ഈ വീഡിയോ സംപ്രേഷണം തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ വാ, ഒരാളെ കുളിച്ച് സോപ്പിട്ടാ